റിമിജിയോസ് ഇഞ്ചിനാനിയൽ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛൻ കേൾക്കാമോ? കേൾക്കാം. ഹലോ. നേരത്തെ താങ്കൾ അതിരൂക്ഷമായ ഭാഷയിൽ ഈ മലയോര മേഖലയിൽ കഴിയുന്ന ആളുകൾ വന്യജീവി ആക്രമണ ഭീഷണിയിൽ കഴിയുന്ന സാഹചര്യത്തെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ അച്ഛൻ പ്രതികരിച്ചിരുന്നു. സർക്കാരും വനം വകുപ്പും ഒക്കെ നോക്കുകുത്തികളായി മാറുകയാണോ എന്നാണ് അന്ന് ചോദിച്ചത്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഇടത് സഹയാത്രികനായ ശ്രീ ജയേന്ദ്രൻ പറയുകയായിരുന്നു, സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വനം വകുപ്പ് നിഷ്ക്രിയമല്ല, അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നീട് പിഴവുകൾ ഉണ്ടെന്ന് ബോധപൂർവ്വം വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? അത് അദ്ദേഹം പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ സർക്കാർ ചെയ്യുന്നുണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കുക. കണ്ണടച്ചാൽ എവിടെ ഇരുട്ടാകും? ഈ ആളുകൾ മരിച്ചു എന്നുള്ളത് സത്യമാണല്ലോ. അവർ മരിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഈ ഓരോ വർഷവും എത്രയോ ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ഒന്നും രണ്ടും അല്ലല്ലോ, ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ഇനി മരിക്കുന്നത് മാത്രമല്ല, കൃഷിയിടങ്ങൾ നശിപ്പിച്ചു കളയുകയാണ് ഇവര്. അതിന് ഗവൺമെന്റിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ഏതെല്ലാം മേഖലകളിൽ കർഷകരെ സഹായിക്കാൻ സാധിക്കും? നിഷ്ക്രിയമായിട്ടുള്ള ഒരു സർക്കാരും സംവിധാനവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാല് അരിയാഹാരം തരുന്ന ആരും എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മലയോര മേഖലകളിൽ 20 ലക്ഷത്തിലധികം ആളുകളാണ് താമസിക്കുന്നത്. ഈ താമസിക്കുന്ന ആളുകൾ ആരോടെങ്കിലും ചോദിച്ചു അവരെന്തുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല, അവരെന്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു? അവര് യഥാർത്ഥത്തിൽ നിരാശരും സഹായിക്കാൻ ആരുമില്ലാതെ ഗതികെട്ടുപോയല്ലോ എന്ന് വിചാരിക്കുന്ന, ജീവിക്കണ്ടേ എങ്ങനെയെങ്കിലും? അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് വെറുതെ ഒന്ന് വിശകലനം ചെയ്താൽ മതിയല്ലോ. ഹരിയാനയിൽ ആപ്പിൾ ഉണ്ടാകുമ്പോൾ, ഈ അടുത്ത കാലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്, ഹരിയാനയിൽ ആപ്പിൾ ഉണ്ടാകുമ്പോൾ കുരങ്ങുകൾ അത് നശിപ്പിച്ച് കളയും. ഗവൺമെന്റ് ഓർഡർ ഇട്ടു കുരങ്ങുകളെ വെടിവെക്കാൻ. എത്ര എളുപ്പത്തിൽ ഈ അടുത്ത നാളിൽ നടന്ന സംഭവമാണല്ലോ അത്. എന്തുകൊണ്ട് നമുക്ക് അത് ചെയ്തുകൂടാ? നമുക്ക് അതും ഒരു സംസ്ഥാനമല്ലേ, അതും ഒരു ഗവൺമെന്റ് അല്ലേ, അതും കുരങ്ങല്ലേ, അത് ജനങ്ങൾ കൃഷിയല്ലേ? അതൊന്ന് പഠിച്ചിട്ട് അവരെങ്ങനെ ചെയ്തു എന്ന് നോക്കി ഇവിടെയുള്ള പാവപ്പെട്ട കർഷകരെ എന്തുകൊണ്ട് സർക്കാരിന് സഹായിച്ചുകൂടാ? അതുപോലെ ഇപ്പോൾ നമ്മൾ വിദേശത്ത് കിഴക്കൻ യൂറോപ്പിൽ അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസത്തെ ഒരു വാർത്തയിൽ വായിക്കാൻ എനിക്ക് സാധിച്ചതാണ്. വനമേഖലയിലൂടെ ഒരാൾ സഞ്ചരിച്ചപ്പോൾ ഒരു കരടി ആക്രമിച്ച് അയാൾ കൊല്ലപ്പെട്ടു. അയാൾ നഗരത്തിലൊന്നുമല്ല, വനമേഖലയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ്. ഉടൻ തന്നെ ഗവൺമെന്റ് അത് പരിശോധിച്ചിട്ട് ഓർഡർ ഇട്ടു 300 കരടികളെ വെടിവെച്ച് കൊല്ലുക. അവിടെ മനുഷ്യരില്ലേ? നിയമമില്ലേ? അവർ സ്നേഹിക്കുന്നത് മനുഷ്യരെയാണ്. അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള ചിന്ത അവർക്കുണ്ട്. ആ ചിന്തയില്ലാത്തവരുടെ മുമ്പിൽ നമ്മൾ എന്ത് സംസാരിക്കാനാണ്? ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഗതികെട്ടവരായി പോയില്ലേ ഞങ്ങൾക്കും അവകാശമില്ലേ ജീവിക്കാൻ? ഞങ്ങൾ നിലവിളിക്കുകയാണ്. അതിന് ആർക്കുത്തരം പറയാൻ സാധിക്കും? ഇനിയും ആന കുത്തിയ ആളുകൾ മരിക്കും, ആന ചവിട്ടിക്കൊല്ലും, അതുപോലെ തന്നെ പുലി പിടിക്കും, ഇനി ഇതുപോലെ ചർച്ചകൾ നടത്തും. അത്രമാത്രം അത് ഈ സർക്കാരിന് അറിയാം. ഒരു 10 ലക്ഷം രൂപ കൊടുത്താൽ അവസാനിപ്പിക്കാം. എന്നാൽ ഈ സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? ഒരു മോണിറ്ററിംഗ് സംവിധാനം വെച്ചാൽ ആന വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്രയോ എളുപ്പമുണ്ട്. അതിന് പണമുണ്ടല്ലോ. പണമൊന്നും കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, എങ്ങനെയാ അത് ചെലവഴിക്കുന്നതെന്ന് ആർക്കും അറിയാൻ സാധിക്കും. പണമില്ലാഞ്ഞിട്ടല്ല. അത് ആന വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് പ്രിക്കോഷൻ കൊടുക്കാൻ പറ്റുമല്ലോ. ഒരു സുനാമി ഉണ്ടാവുമ്പോൾ, ഒരു ന്യൂനമർദ്ദം ഉണ്ടാവുമ്പോൾ നമുക്ക് വാണിംഗ് നൽകുന്നില്ലേ സർക്കാർ? അതുപോലെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ വാണിംഗ് കൊടുക്കാനുള്ള സംവിധാനം, ഹാങ്ങിങ് ഫെൻസിങ് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് ഞങ്ങൾക്ക് ഒരു അവകാശമില്ലേ? ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾ സാധാരണക്കാരല്ലേ? ഒരു ഗതിയില്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ ആ മലയോരങ്ങളിൽ താമസിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളും വന്ന് നഗരത്തിൽ താമസിക്കുമായിരുന്നല്ലോ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളുടെ ജീവനും പ്രൊട്ടക്ഷൻ നൽകാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? 1ഉം 2ഉം ആളുകളല്ലല്ലോ മരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത്. അത് ഞങ്ങൾ രൂക്ഷമായ ഭാഷയിലൊന്നും അല്ല. ഞങ്ങളുടെ കണ്ണുനീർ ആരും കാണാത്തത് കൊണ്ട് നിലവിളിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അച്ചോ, ഈ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട്, അതായത് സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഒരു തീരുമാനമുണ്ടായിരുന്നു.
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കൂടി ഇതിന്റെ ഭാഗമാക്കാൻ ഉള്ള തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് കണ്ടെത്താനൊന്നും വലിയ പ്രയാസം ഉണ്ടാകില്ല എന്നൊക്കെ കണക്കുകൂട്ടലുണ്ടായിരുന്നു. പിന്നെ വയനാട്ടിലെ സംഭവം ഉണ്ടായപ്പോൾ അച്ഛൻ ഓർമ്മയുണ്ടല്ലോ, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു, വളരെ ദ്രുതഗതിയിൽ നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ. ഇതൊക്കെ തന്നെ സർക്കാരിന് ആത്മാർത്ഥത ഇല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്നാണോ അച്ഛൻ പറയുന്നത്? അത് തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കുകയില്ലല്ലോ. അതല്ല, ആ സമയത്ത് ഇങ്ങനെ ഏതൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ഒരു ആക്ഷൻ വരും. ഇവിടെ ഒരു ബസ് കത്തി, ബസ്സിന് അപകടം ഉണ്ടായി, ഉടനെ ബസ്സിന്റെ നിറമെല്ലാം മാറ്റി, ഇനി പുതിയ നിറം കൊണ്ടുപോവാ. ഇത്തരം കണ്ണിൽ പൊടിയിടാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സാധാരണക്കാരത് വിശ്വസിക്കുന്നൊന്നുമില്ല. അത് പറയുമ്പോഴേ ഞങ്ങൾക്കറിയാം ഇതൊന്നും നടപ്പിലാകാൻ പോകുന്ന കാര്യങ്ങളും അല്ല, ഞങ്ങൾക്ക് ഇതുവഴി സഹായം കിട്ടുകയില്ല. തൽക്കാലം പത്രമാധ്യമങ്ങൾ വാർത്തകളിൽ നിന്ന് ഈ ഒരു വാർത്ത അപ്രത്യക്ഷമാകാൻ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞു. അന്നേ ഞങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തുക, അത് മാത്രമേ ഉള്ളൂ. ഇനിയും അങ്ങനെ തന്നെ. യഥാർത്ഥത്തിൽ സർക്കാരിന് ഒരു ആത്മാർത്ഥത ഈ മേഖലയിലില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ഞങ്ങളെ ശത്രുക്കളായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങളോട് കുറച്ചുകൂടെ ദയോടുകൂടി അവർക്ക് പെരുമാറാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ശത്രുക്കളാണ് അവരുടേത്. അതൊന്ന് ഒഴിവാക്കി കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് ഭാഗ്യമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അച്ചോ, ഈ വനം മന്ത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അസാധാരണ മരണങ്ങൾ, അതുകൊണ്ട് തന്നെ അന്വേഷണം വേണം എന്നൊരു നിർദ്ദേശം നൽകിയതായി കണ്ടു. അതിന് മുൻപ് അച്ചോ, ഈ വാഴച്ചാൽ DFO മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു കുറിപ്പിൽ പറയുന്നത്, ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ സതീശന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളതും അംബികയുടെ ബോഡി പോലീസ് എത്തി പുഴയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്, പോലീസ് അന്വേഷിച്ചു വരുന്നു, മരണകാരണം സ്ഥിരീകരിക്കേണ്ടതുണ്ട്, പോസ്റ്റ്മോർട്ടത്തിനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തി എന്നൊക്കെയാണ്. അതായത് ഇത് കാട്ടാന ആക്രമണത്തിലുള്ള മരണമായിരുന്നോ എന്ന് സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളുടെ കടമ്പ കഴിഞ്ഞ ശേഷമാണ് അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഇതൊരു അസാധാരണമായ സമീപനമാണോ അച്ചോ? ഇത് വനമന്ത്രി ഓരോ അവസരത്തിൽ ഇറക്കുന്ന പ്രസ്താവനകള് അദ്ദേഹത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് എന്ത് പറയാൻ സാധിക്കും? അദ്ദേഹം ഇനി ദയവ് ചെയ്ത് പ്രസ്താവന ഇറക്കരുതേ എന്ന ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങ് മിണ്ടാതിരുന്നാ മതി. ഞങ്ങൾക്കറിയാം അങ്ങ് മിണ്ടയില് ഞങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുകയുള്ളൂ, കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുകയില്ല, മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വനമന്ത്രിയുടെ ഒരു അഭ്യർത്ഥനയുള്ളൂ, അങ്ങ് ഇതേക്കുറിച്ച് സംസാരിക്കാതിരുന്നാൽ അത്രയെങ്കിലും ഞങ്ങൾക്ക് ആശ്വാസം. അങ്ങേക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ എന്തുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നു, ഒച്ചപ്പാടുണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു? കാരണം അദ്ദേഹം പറയുന്നതിനോട് കർഷകരുടെ പക്ഷം ചേരാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. പാവപ്പെട്ടവരുടെ പക്ഷം ചേരാൻ എപ്പോഴും ഫോറസ്റ്റുകാരുടെ പക്ഷം ചേർന്ന് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്റെ അഭ്യർത്ഥന ഒന്നേ ഉള്ളൂ, ഫോറസ്റ്റ് മിനിസ്റ്റർ ദയവ് ചെയ്ത് ഇത്തരം സംഭവങ്ങളിൽ ഇനി പ്രസ്താവനകൾ ഇറക്കരുത്. മിണ്ടാതിരുന്നാൽ അദ്ദേഹത്തിന് നല്ലത്. ഫാദർ, ഈ പ്രശ്നത്തിന് താങ്കൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് പരിഹാരമായി? ഇതിന് പരിഹാരം വളരെ എളുപ്പത്തിൽ തന്നെ പരിഹാരം കണ്ടെത്താം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമല്ല. ഒന്ന്, ആളുകൾക്ക് അവരുടെ കൃഷി മേഖലകളിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ അവർക്ക് നിയന്ത്രിക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കണം. അത് എല്ലാ രാജ്യവും ചെയ്യുന്നതാ. പിന്നെ എന്തുകൊണ്ട് നമുക്കിവിടെ ചെയ്തുകൂടാ? നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് നിങ്ങൾ നിയന്ത്രിക്കുക. ആ ഒരൊറ്റ സഹായം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. ഫോറസ്റ്റിനുള്ളിൽ ആ മൃഗങ്ങളെ നിയന്ത്രിക്കണമെന്നുള്ള അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്തുകൊണ്ട് അവർ പുറത്തേക്ക് വരുന്നു? അവിടെ ആഹാരമില്ല, അതുപോലെ അവർക്ക് നമ്പർ കൂടിപ്പോയി, ആവാസ വ്യവസ്ഥയ്ക്ക് കൂടുതൽ ആളുകളുണ്ട്, കൂടുതൽ മൃഗങ്ങളുണ്ട്. അപ്പൊ അതിനെ നിയന്ത്രിക്കണ്ടേ? അപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കേണ്ടത് അവരുടെ മൃഗങ്ങളെ അതിനുള്ളിൽ നിയന്ത്രിക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളെ നമ്മൾ കൊല്ലാറുണ്ട്. അതിന് സംവിധാനങ്ങളുണ്ട് കീടങ്ങളെ. അതുപോലെ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വരുന്ന മൃഗങ്ങളെ നിയന്ത്രിക്കാൻ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നാൽ മതി. വേറൊന്നും ഈ സർക്കാർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളുടെ ഒരു പൗര അവകാശമല്ലേ? എന്നെ ഒരാൾ ആക്രമിക്കാൻ വന്നാൽ എനിക്ക് പ്രതിരോധിക്കാനുള്ള ഒരു അവകാശം ആർക്കും ഉണ്ടല്ലോ. അത് അത്ര ഒരു ഉപകാരം മാത്രം ഈ സർക്കാർ ചെയ്തു തന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട.